അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ദിക്റിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഞാൻ ഇത്രയും നാളുകളായി നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ദുആകളിൽ ദിക്റുകളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. 2, അധിക പേർക്കും അറിയാത്തൊരു ദിക്റാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. 3, അറിയുന്ന അധിക പേരും ഒരു പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാറില്ല എന്ന ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. നമ്മൾ പല രോഗികളെയും സന്ദർശിക്കാറുണ്ട്. ക്യാൻസർ, കുഷ്ഠം, അങ്ങനെ മാരകമായ രോഗങ്ങൾ ബാധിച്ച ആളുകളെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിലുടനീളം ആക്സിഡൻറ്റുകൾ നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ പത്രം വായിക്കുമ്പോൾ പിടിക്കപ്പെട്ട പ്രതികളുടെ ചിത്രം നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെ ചരമകോളത്തിൽ അപകടങ്ങൾ സംഭവിച്ച ആളുകളുടെ മരണം നമ്മൾ വായിക്കാറുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കാണാറുണ്ട്. കൈയില്ലാത്തവർ, കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ, അതുപോലെ തന്നെ മുഖം അഭംഗിയുള്ളവർ. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. അയ്യോ, ഔ, അല്ലേ? അതുകൊണ്ട് അവസാനിച്ചു. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കേണ്ട, ചൊല്ലേണ്ട ഒരു ദിക്ർ അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം തിർമിദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്ർ നമ്മൾ നിർവഹിച്ചാൽ ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ നിർവഹിച്ചത് ആ ഒരു സന്ദർഭത്തിൽ കണ്ട ആ പരീക്ഷണം ഒരിക്കലും നമ്മളെ ബാധിക്കില്ല എന്നതാണ്. ഉദാഹരണം, ഒരാൾ മുഖത്ത് പൊള്ളലേറ്റ് മാരകമായ ഒരു കാണാൻ ഭയം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥന നിർവഹിച്ചെങ്കിൽ നമുക്ക് ഒരിക്കലും പൊള്ളലേക്കില്ല എന്നതാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റെ അടുത്ത് വെച്ചാണ് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ നമുക്ക് ഒരിക്കലും ക്യാൻസർ വരില്ല എന്നുള്ളതാണ്. മൻറ ആ മുബ്തല, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആളെ കണ്ടു, ഫഖുൽ അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മബ്തലാക ബി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. അള്ളാഹുവെ, നീ പരീക്ഷിച്ച ആ പരീക്ഷണം, ആ വ്യക്തിയുടെ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിന് നിനക്ക് അള്ളാഹുവെ സ്തുതിയുണ്ട്. ധാരാളം സൃഷ്ടികൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എത്രയോ ശ്രേഷ്ഠനാക്കി നീ എന്നെ. ഇതാണ് ആ പ്രാർത്ഥനയുടെ രത്ന ചുരുക്കം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ ലം യുസിബുഹു ദാലിക്കൽ ബല, ആ വിപത്ത് ഒരിക്കലും ഈ പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഒരിക്കലും ബാധിക്കില്ല എന്ന്. എത്ര വലിയ, എത്ര പ്രധാനപ്പെട്ട ഒരു ദിക്റാൻ്റെ സഹോദരങ്ങളെ. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഏത് വിപത്സന്ധിയിലും, ആക്സിഡൻറ്റ് കണ്ടാൽ, മറ്റേതൊരു വിപത്ത് കണ്ടാൽ, മാരകമായ രോഗം ബാധിച്ച വ്യക്തിയെ കണ്ടാൽ ഒന്നും ഈ അപശബ്ദങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നതിന് പകരം ഈ പ്രാർത്ഥന മിനിമം അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.